Hello, welcome back to my YouTube channel. So എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. So if you're ready to learn the word of God, get ready with a Bible, a notebook and a pen. നമ്മൾ സമയം കളയാതെ വേഗം വചനത്തിലോട്ട് പോകാം. ഇന്നത്തെ വചനത്തിനായി പരിശുദ്ധാത്മാവ് തന്ന ഒരു സ്ക്രിപ്ചർ ഏതാണെന്ന് ചോദിച്ചാൽ മാത്യു 21:12 and 13. മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ പറയുന്നു, യേശു ദേവാലയത്തിൽ ചെന്ന് ദേവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെയും വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ച് കളഞ്ഞ് അവരോട്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞു. ഈ വേദഭാഗം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വേദഭാഗമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ദേവാലയത്തിൽ കടന്നു ചെന്ന് യേശു അവിടുത്തെ കച്ചവടക്കാരെ പുറത്താക്കിയിട്ട് ഈ ആലയം, ഇത് എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്നു, അതിനെ നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു എന്ന് യേശു പറയുന്ന ഒരു വേദഭാഗമാണ്. ഇവിടെ നമുക്ക് കാണാം യേശുവിൻ്റെ ഒരു ആംഗ്രി സൈഡ് നമുക്ക് കാണാം. നമ്മളെപ്പോഴും യേശു ഭയങ്കര സൗമ്യനായിട്ട് അല്ലെങ്കിൽ സ്നേഹത്തോടുകൂടി സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി എപ്പോഴും പെരുമാറുന്നതും ഇടപെടുന്നതും പല വേദഭാഗങ്ങളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ദിസ് സൈഡ് ഓഫ് ജീസസ് ഇസ് ഡിഫറെൻറ്റ്. ഹീ ഈസ് വെരി ആംഗ്രി. ഭയങ്കര ക്രോധവാനായിട്ട് ഭയങ്കര ദേഷ്യമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ ഒരു വേദഭാഗത്തിൽ യേശു പ്രത്യക്ഷപ്പെടുന്നത്. സോ ഐ വാസ് തിങ്കിങ് ഓൺ ദാറ്റ്. അപ്പോൾ എന്ത് കാരണം കൊണ്ടിട്ടാണ് യേശുവിന് അത്രയും ദേഷ്യം വന്നത്, അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയത്, അത്രയും ക്രോധവാനായത്? എന്ത് കാരണം കൊണ്ടിട്ടാണ്? ആ ആലയത്തെ അശുദ്ധമാക്കാൻ നോക്കിയപ്പോൾ, ആ പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടേണ്ട ആ ആലയത്തെ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റി വെക്കേണ്ട ആ ആലയത്തെ കച്ചവടത്തിനായി ഉപയോഗിച്ചപ്പോൾ, അവിടെ യേശു കച്ചവടക്കാരെ വിളിക്കുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു. അവിടെ യഥാർത്ഥത്തിൽ കള്ളന്മാരല്ല വന്നിരുന്നത്, കച്ചവടക്കാരാണ് വന്നിരുന്നത്. പക്ഷേ യേശു ഉപയോഗിക്കുന്ന വാക്ക്, നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു. ഇവിടെ ആലയം സൂചിപ്പിക്കുന്നത് നമ്മളുടെ ശരീരം ആകുന്ന ദൈവത്തിൻ്റെ ആലയം. പുതിയ നിയമത്തിൽ മനുഷ്യ ശരീരത്തെ ദൈവം വിളിക്കുന്ന വാക്ക് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? യേശുവിന് അത്രയും ദേഷ്യം വന്നത് പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടേണ്ട ആ ആലയത്തെ പ്രാർത്ഥനയ്ക്കല്ലാതെ വിപരീതമായിട്ട് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കപ്പെട്ടപ്പോൾ ഹി വാസ് ഫ്രസ്ട്രേറ്റഡ്. ഞാൻ ഇന്ന് ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളുടെ ശരീരം, ഇസ് ഇറ്റ് റിയലി എ ഹൗസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്? നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണോ? പരിശുദ്ധാത്മാവിൻ്റെ ആലയമായിട്ട് വേർതിരിക്കപ്പെട്ട ഒരു സ്ഥലമാണോ? ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളതിന് വേറെ പാപപ്രവർത്തികൾക്ക് വേണ്ടി ശരീരത്തെ ഉപയോഗിക്കുന്നുണ്ടോ എന്നല്ല. ഹാവ് യു അലൗഡ് എനിത്തിങ് എൽസ് ദാറ്റ് ഈസ് കോൺട്രറി ടു ദ ഹോളി സ്പിരിറ്റ്? നിങ്ങളുടെ ശരീരത്തിൽ പരിശുദ്ധാത്മാവിന് വിപരീതമായിട്ടുള്ള മറ്റ് കാര്യങ്ങളെ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം നിങ്ങളുടെ ശരീരത്തിലെ രോഗം ദൈവത്തിൻ്റെ ശത്രുവാണെന്ന് എത്ര പേർക്കറിയാം? ഹല്ലേലൂയ, ഹല്ലേലൂയ. അയ്യോ സിസ്റ്റർ, ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെയല്ലല്ലോ. സിക്നെസ് ഈസ് അഗെയിൻസ്റ്റ് ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഹിതത്തിന് എതിരാണ് രോഗം എന്ന് എത്ര പേർക്കറിയാം? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരോഗ്യം ദൈവത്തിൽ നിന്നുള്ളതാണെന്നും രോഗം ദൈവത്തിൽ നിന്നുള്ളതല്ല എന്നും എത്ര പേർക്കറിയാം? യേശുവിൻ്റെ ഇവിടുത്തെ ഒരു റിയാക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുന്നു. നിന്റെ ആലയത്തെ നീ കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളുടെ ശരീരത്തെ ദൈവത്തിൽ നിന്നുള്ളതല്ലാത്തതിനെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാതിൽ തുറന്നു കൊടുക്കുന്നത് കൊണ്ടിട്ടാണ്. നമ്മൾ പോലും അറിയാതെ നമ്മൾ വാതിൽ തുറന്നു കൊടുക്കുന്നത് കൊണ്ടിട്ടാണ് കള്ളന്മാർ വന്ന് ഉള്ളിൽ കച്ചവടം ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഓ, നമ്മളെ നേർവഴിക്ക് നടത്താൻ വേണ്ടി ദൈവം തന്നതായിരിക്കും ഈ രോഗം, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം നമ്മളെ കൂടുതൽ കർത്താവിനോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവം തന്ന ഒരു ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ യഥാസ്ഥാനപ്പെടുത്താൻ, വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ ദൈവം തന്ന ഒരു രോഗമായിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിനെ അങ്ങ് വാരിപ്പുണരും, നമ്മൾ അതിനെ അങ്ങ് എംബ്രേസ് ചെയ്യും, അതുമായിട്ട് ജീവിക്കാൻ നമ്മൾ പൊരുത്തപ്പെടും. ആശുപത്രിയിൽ മാസത്തിലൊരിക്കൽ പോയി ചെക്കപ്പും ഫോളോ അപ്പൊക്കെ ചെയ്താൽ മതിയല്ലോ, മരുന്ന് കഴിക്കുന്നുണ്ട് കൃത്യമായിട്ട്. ബട്ട് ഡു യു നോ ദാറ്റ് യു ഹാവ് മെയ്ഡ് യുവർ ബോഡി എ ഡെൻ ഫോർ റോബേഴ്സ്? നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കള്ളന്മാർക്ക് വേണ്ടിയിട്ട് ഒരു ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു. ഇറ്റ് ഈസ് സപ്പോസ് ടു ബി എ ടെമ്പിൾ ഓഫ് ദി ഹോളി സ്പിരിറ്റ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി നീ സൂക്ഷിക്കേണ്ട നിൻ്റെ ശരീരത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു. സി, ദിസ് മെസ്സേജ് ഇസ് നോട്ട് ടു കണ്ടെം എനിവൺ. ഈ മെസ്സേജ് ആരെയും കുറ്റപ്പെടുത്താനോ വിധിക്കുവാനോ ഉള്ള മെസ്സേജ് അല്ല, ബട്ട് ടു ക്യാച്ച് ഹോൾഡ് ഓഫ് ദി ട്രൂത്ത്. ദൈവത്തിൻ്റെ സത്യം, വചനത്തിലുള്ള സത്യം എന്താണെന്ന് വെളിപ്പെടുത്താനും അത് നിങ്ങൾ മുറുകെ പിടിക്കാൻ വേണ്ടി നിങ്ങളെ എക്യുപ്പ് ചെയ്യാനുള്ള മെസ്സേജാണ്. പലരും പറയും ദൈവത്തിൻ്റെ ഹിതമായിരിക്കും, അല്ലെങ്കിൽ ഒരു ക്യാൻസർ വന്നു, അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് കൈയൊഴിയുന്ന വലിയൊരു രോഗം വന്നു, ഡോക്ടേഴ്സിനോ അല്ലെങ്കിൽ മെഡിക്കൽ സയൻസിനോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു രോഗം എന്തെങ്കിലും വന്നു, അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് കാണുമ്പോഴത്തേക്കും പല വ്യക്തികളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് ചോദിച്ചാൽ അത് നടക്കട്ടെ, ദൈവം അറിയാതെ ഒന്നും നടക്കുന്നില്ലല്ലോ, ദൈവത്തിൻ്റെ ഹിതം അതാണെങ്കിൽ അത് നടക്കട്ടെ, നമ്മൾ എന്ത് ചെയ്യാനാണ്? ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റത്തുള്ളൂ, പ്രാർത്ഥിക്കാം, അല്ലാതെ എന്താ ചെയ്യുക? ഞാനൊരു വചനം കാണിക്കാം നിങ്ങളെ. 3 യോഹന്നാൻ 1:2. ഇത് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിടേണ്ട ഒരു വചനമാണ്. 3 യോഹന്നാൻ 1:2. 3 John 1:2. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. I love this verse. Beloved, I wish above all things that thou mayest prosper and be in health, even as thy soul prospereth. എനിക്ക് മലയാളത്തിൽ ആ ഒരു ഹെൽത്ത് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ
നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിൽ ശുഭമായും സുഖമായും ഇരിക്കണം. നീ സകലത്തിലും സുഖമായിരിക്കണം എന്ന് പറഞ്ഞാൽ നീ ശരീരത്തിലും സുഖമായിരിക്കണം, നീ മനസ്സിലും സുഖമായിരിക്കണം. From where you got that the will of God is not to heal you. സൗഖ്യം ആക്കുന്നത് ദൈവഹിതം അല്ലെന്ന് എവിടെ നിന്ന് നിനക്ക് കിട്ടി? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നു, നീ സുഖമായിരിക്കാൻ, നീ ശുഭമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സകലത്തിലും, മനസ്സിൻ്റെ ആരോഗ്യത്തിൽ, ശരീരത്തിൻ്റെ ആരോഗ്യത്തിൽ നീ ശുഭമായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഇപ്പോഴും നമുക്കൊരു രോഗം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ വാ തുറന്ന് പറയും, ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ സൗഖ്യം വരട്ടെ. അല്ലെങ്കിൽ ആരെങ്കിലും മരിക്കുവാണെങ്കിൽ പറയും, അയാളുടെ സമയമായി, പൊക്കോട്ടെ. 50 വയസ്സേ ആയി കാണത്തുള്ളൂ, അല്ലെങ്കിൽ 40 വയസ്സേ ആയി കാണത്തുള്ളൂ. ദൈവത്തിൻ്റെ ഹിതം അതാണെങ്കിൽ കൊണ്ടുപോക്കോട്ടെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, സങ്കീർത്തനം 91 നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന വചനമാണ്, ഞാൻ ദീർഘായുസ് കൊണ്ട് നിന്നെ തൃപ്തനാക്കും. സോ ഫ്രം വേ യു ഗോട്ട്, നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി സമയമാകുന്നതിന് മുന്നേയുള്ള മരണം ദൈവഹിതമാണെന്ന് എവിടെ നിന്ന് കിട്ടി? സി, എൻ്റെ ജനം പരിജ്ഞാനമില്ലാതെ നശിഞ്ഞു പോകുന്നു. ഈ ഒരു സത്യം നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ അതിനെ ഏറ്റെടുക്കുന്നില്ല. എന്നിട്ട് ദൈവത്തിന് പഴിചാരുവാണ്, സമയമാകുന്നതിന് മുന്നേ അയാൾ പോയി, ദൈവത്തിൻ്റെ ഹിതമായിരിക്കും. ബട്ട് യു ഡു നോട്ട് നോ ദ വിൽ ഓഫ് ഗോഡ്. ഈ വചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, ദീർഘായുസ് കൊണ്ട് ഞാൻ നിന്നെ തൃപ്തി വരുത്തും, നീ സകലത്തിലും ശുഭമായിട്ട് സുഖമായിട്ടും ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് വചനം വ്യക്തമായിട്ട് പറയുമ്പോൾ നീ വചനത്തിന് വിരോധമായിട്ട് നിന്റെ വായിൽ ഇതെടുത്ത് സംസാരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ശരീരത്തെ you have opened the door to the enemy. നീ ശത്രുവിന് വേണ്ടി നിന്റെ ശരീരത്തെ വിശാലമായി തുറന്നു കൊടുത്തിരിക്കുക. ബിക്കോസ് യു ഡു നോട്ട് നോ ദ ട്രൂത്ത്. സത്യം അറിയാത്തത് കൊണ്ട്, ഈ സത്യത്തിൻ്റെ വെളിച്ചം ലഭിക്കാത്തത് കൊണ്ട് വിശാലമായിട്ട് ഇത് തുറന്നു കൊടുത്തു വെച്ചിരിക്കുക, കള്ളന്മാർക്ക് വന്ന് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ സുഖമായിട്ടിരിക്കാൻ, ശുഭമായിട്ടിരിക്കാനാണ് ദൈവത്തിൻ്റെ ഹിതം. ഹല്ലേലൂയ. നീ രോഗത്തിലായിരിക്കാനല്ല ദൈവത്തിൻ്റെ ഹിതം. നീ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അടുത്ത ഹോസ്പിറ്റലിലോട്ട് പോയി നിന്റെ ജീവിതം കളയാൻ അല്ല ദൈവത്തിൻ്റെ ഹിതം. ഹല്ലേലൂയ. കാരണം ദൈവത്തിൻ്റെ വചനം പുറപ്പാട് പുസ്തകത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 26 ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ഹിസ് നേച്ചർ, ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ഹിസ് ക്യാരക്ടർ. അവൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം. അവൻ്റെ നേച്ചറിൻ്റെ ഒരു വശമാണ് സൗഖ്യം. ഹല്ലേലൂയ. ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ഹിസ് ക്യാരക്ടർ. നിങ്ങൾ യേശുവിൻ്റെ ഈ ഭൂമിയിലുള്ള ശുശ്രൂഷ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, വ്യക്തമായിട്ട് കാണാം. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ വായിക്കണം കേട്ടോ. അവിടെ പറയാണ്, 15-ാം വാക്യം അവിടെ പറയാണ്, യേശു അത് അറിഞ്ഞിട്ട് അവിടെ വിട്ടുപോയി, വളരെ പേർ അവൻ്റെ പിന്നാലെ ചെന്നു, അവൻ അവരെ ഒക്കെയും സൗഖ്യമാക്കി. But when Jesus knew it, he withdrew himself from thence, and great multitude followed him. And he healed them all. അവൻ സകലരെയും സൗഖ്യമാക്കി. യേശു വന്നിട്ട് പറഞ്ഞില്ല, ഓക്കെ ഇയാളെ ഞാൻ സൗഖ്യമാക്കുന്നു, ഇയാളെ ഞാൻ സൗഖ്യമാക്കുന്നു,
ഇയാൾ ദൈവത്തിൻ്റെ ഹിതം അല്ലെന്ന് തോന്നുന്നു, പിതാവിൽ നിന്ന് ഞാൻ കേട്ടില്ല ഇദ്ദേഹത്തിനെ സൗഖ്യമാക്കണമെന്ന്, അതുകൊണ്ട് അടുത്ത ആൾ ഇയാളെ സൗഖ്യമാക്കാൻ എനിക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ ദൈവഹിതമല്ല, അല്ലെങ്കിൽ നീ ഇന്നലെ എന്തോ പാപം ചെയ്യുന്നത് ഞാൻ കണ്ടു, അതുകൊണ്ട് സൗഖ്യമാക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെയല്ല വചനം പറയുന്നത്. യേശു അവിടെ വന്ന സകലരെയും സൗഖ്യമാക്കി. ഇത് ഞാൻ ഒരു വചനം മാത്രമേ വായിച്ചുള്ളൂ, പക്ഷേ പല വേദഭാഗങ്ങളുണ്ട്, അതെല്ലാം എനിക്കിവിടെ വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഒരു വചനം കൂടി വായിക്കാം. മത്തായി 8-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം ഇങ്ങനെ പറയുന്നു: വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. സകല ദീനക്കാരും, എത്ര പേര് വന്നെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ വന്ന സകലരും സൗഖ്യം പ്രാപിച്ചു പോയി. ഇറ്റ് ഈസ് ഹിസ് വിൽ ടു ഹീൽ യു. അവൻ്റെ ഹിതമാണ് നിങ്ങളെ സൗഖ്യമാക്കണം എന്നുള്ളത്. പലർക്കും അറിയാം ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന്, പലർക്കും അറിയാം. പക്ഷേ എല്ലാ സമയത്തും സൗഖ്യമാക്കുന്ന ദൈവമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എല്ലാ സമയത്തും നിന്റെ പനി മാറ്റാൻ പറ്റുന്ന ദൈവം നിന്റെ ക്യാൻസറും മാറ്റും. നിന്റെ പേര് പോലും അറിയില്ലാത്ത ഡയഗ്നോസിസ് ഡോക്ടേഴ്സ് തന്ന് നിനക്ക് ഇത്ര ദിവസമേ ജീവിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് ഡോക്ടേഴ്സ് റിപ്പോർട്ട് തന്നു. ആ വിഷയത്തിനും ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ് എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ ഫോർ മൈ ഗോഡ്. ദൈവത്തിന് അതൊരു ജസ്റ്റ് എ പീസ് ഓഫ് കേക്കാണ്. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ ഫോർ ഗോഡ്. അവർ ഗോഡ് ഇസ് എ മേക്കർ ഓഫ് ദി ഹെവൻസ് ആൻഡ് ദി എർത്ത്. നമ്മുടെ ദൈവം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവമാണ്. ആ ദൈവത്തിന് വലിയ വിഷയമെന്നോ ചെറിയ വിഷയമെന്നൊന്നുമില്ല. അല്ലെങ്കിൽ ഇന്ന വ്യക്തി പാപിയായ വ്യക്തിയാണ്, ഇന്ന വ്യക്തി നല്ല രീതിയിൽ ജീവിക്കുന്ന നന്മവാനായ വ്യക്തിയാണ്, ഇന്ന വ്യക്തിനെ ഞാൻ സൗഖ്യമാക്കും, ഇന്ന വ്യക്തിനെ ഞാൻ സൗഖ്യമാക്കുന്നില്ല എന്ന് പറയുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ഹീസ് എ ഗുഡ് ഗോഡ്. ഹീസ് എ ഗുഡ് ഗോഡ്. നമ്മുടെ ദൈവം നല്ലവനായ ദൈവമാണ്. അവൻ സകലരെയും സൗഖ്യമാക്കുന്ന ദൈവമാണ്. ബട്ട് യു നീഡ് ടു നോ ദ ട്രൂത്ത്. നിങ്ങൾ ഈ സത്യം നിങ്ങൾ അറിയണം. ഈ സത്യമാണ് നിങ്ങളെ സ്വതന്ത്രരാക്കുന്നത്. സോ ദൈവം, നീ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലോട്ട്, അല്ലെങ്കിൽ ഒരു രോഗത്തിൽ നിന്ന് അടുത്ത രോഗത്തിലോട്ട്, ചില വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട് നിരന്തരമായിട്ട് രോഗം. എന്ന് വെച്ചാൽ അവർക്ക് രോഗം ഒഴിഞ്ഞൊരു ജീവിതമില്ല. ഒന്ന് കഴിയുമ്പോഴത്തേക്കും അടുത്ത്, ഒന്നെങ്കിൽ ബ്ലഡ് പ്രഷർ, അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ, അല്ലെങ്കിൽ തലവേദന, അല്ലെങ്കിൽ കാലുവേദന. അവർ ഇതിനോട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു, ഈ ഒരു ജീവിതത്തിനോട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് അടുത്തത് ഡോക്ടർ ചെന്ന് ഒരു മരുന്ന് കഴിക്കും. മരുന്ന് കഴിച്ചിട്ട് കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അടുത്ത രോഗം. ഒരു നിരന്തരമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ലൈഫ്, അല്ലെങ്കിൽ വേദന, നിരന്തരമായിട്ട് പെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലൈഫ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ദൈവത്തിൻ്റെ ഹിതം, നിന്നെക്കുറിച്ചുള്ള ഹിതം ഇതല്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഐ ഹാവ് പ്ലാൻസ് ഫോർ യു, ഇറ്റ് ഈസ് ഗുഡ് പ്ലാൻസ്. എനിക്ക് നിന്നെക്കുറിച്ചുള്ള പദ്ധതി നല്ല പദ്ധതികളാണ്. നിന്നെ പ്രോസ്പർ, ഇറ്റ്സ് ടു പ്രോസ്പർ യുവർ ലൈഫ്. നിന്റെ ജീവിതം സമൃദ്ധമാക്കാനുള്ള പ്ലാനാണ് എനിക്കുള്ളത്, പദ്ധതിയാണ് എനിക്കുള്ളത്. അല്ലാതെ നിന്നെ നശിപ്പിക്കാനല്ല. നീ രോഗത്തിൽ വേദനിച്ച് കിടക്കുമ്പോൾ എങ്ങനെ നീ നിൻ്റെ ജീവിതത്തിൻ്റെ പേർപ്പസ് ഫുൾഫിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിന്നെക്കുറിച്ചുള്ള വിളി എങ്ങനെയാണ് നീ പൂർത്തീകരിക്കുന്നത്? നീ രോഗത്തിൽ കഴിയുമ്പോൾ, നീ ബന്ധനത്തിൽ കഴിയുമ്പോൾ എങ്ങനെയാണ് നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുന്നത്? നോ. നീ വേദനയിൽ കിടക്കാനോ രോഗത്തിൽ കിടക്കാനോ ആശുപത്രിയിൽ ജീവിക്കാനോ അല്ല ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതി. ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ളത് വലിയ പദ്ധതിയാണ്, വലിയ പ്ലാൻസ് ആണ്. പെർഫെക്റ്റ് ഹെൽത്ത്, നീ സുഖമായിരിക്കാൻ. ചില വ്യക്തികൾ ഫുൾ ടൈം സ്ട്രെസ്സാണ്. ചിലപ്പോൾ ശരീരത്തിൽ രോഗബന്ധനം, രോഗം കാണത്തില്ല, ബട്ട് ദെൻ മനസ്സിൽ
അവർക്ക് സമാധാനമില്ല. വഴി കൂടെ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ സ്ട്രെസ്, ആ സ്ട്രെസ് കൂടി ബ്ലഡ് പ്രഷർ ലെവൽ കൂടും. പിന്നെ വേറെ ഓർഗൻസിനെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും, വേറെ അവയവങ്ങളെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. നോ, ജീസസ് സെഡ്, I came to give you peace. ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമാധാനം നൽകുന്നു, ലോകം തരുന്ന സമാധാനമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്ട്രെസ് ഫ്രീ, ഡിപ്രഷൻ ഫ്രീ ആയിട്ടുള്ള ജീവിതം. വിഷമിച്ച് സങ്കടപ്പെട്ട് ഇത് ദൈവം തന്നതാണ്, എൻ്റെ നന്മയ്ക്കായി തന്നതായിരിക്കും, അല്ലെങ്കിൽ എന്നെ നന്നാക്കാൻ വേണ്ടി തന്നതായിരിക്കും, എന്നെ വിശുദ്ധനാക്കാൻ വേണ്ടി തന്നതായിരിക്കും. അങ്ങനെ ദൈവം ആർക്കും രോഗം കൊടുക്കത്തില്ല. ഹല്ലേലൂയ. ജീസസ് സെഡ്, you have made this temple a cave of robbers, a den of robbers. എന്ന് പറഞ്ഞാൽ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. എന്ന് പറഞ്ഞാൽ ഞാനല്ല നിനക്കിത് തന്നത്, കള്ളൻ നിന്റെ കയ്യിൽ നിന്ന് എടുത്തോണ്ട് പോകുന്ന, നീ നിന്റെ ശരീരത്തെ തുറന്നു കൊടുത്തിരിക്കുക കള്ളന് വന്ന് താമസിക്കാൻ, സിക്നെസ്സിന് വന്ന് ഇല്ലസിന് വന്ന് താമസിക്കാൻ നീ നിന്റെ ശരീരത്തിന് തുറന്നു കൊടുത്തിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബട്ട് ജീസസ്, He wanted to give you an abundant life. ഞാൻ വന്നിരിക്കുന്നത് നിനക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എങ്ങനെയാണ് യേശു ഇത് സാധ്യമാക്കിയത്? എങ്ങനെയാണ് യേശു ഈ സമൃദ്ധമായ ജീവൻ നമ്മൾക്ക് അവൈലബിൾ ആക്കിയത്, നമ്മൾക്ക് ലഭ്യമാക്കിയത് എങ്ങനെയാണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വചനം വായിക്കാം. ഒരു സൗഖ്യം ആവശ്യമുള്ള, അല്ലെങ്കിൽ ഒരു ശരീരത്തിലൊരു ശാരീരികമായിട്ടുള്ള ഒരു സൗഖ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്യുന്ന ഒരു സ്ക്രിപ്ചറാണിത്. ഐസായ 53:4-5. ഐസായ 53, ഏശയ്യ പ്രവചനം 53-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ദിസ് ഈസ് എ ഗോൾഡൻ സ്ക്രിപ്ചർ ഫോർ എനിബഡി ഹൂ ഈസ് ലുക്കിംഗ് ഫോർ ഹീലിംഗ്. നിങ്ങൾ സൗഖ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദിസ് വൺ ഇസ് എ ഗോൾഡൻ സ്ക്രിപ്ചർ ഫോർ യു. കാരണം അവിടെ പറയുന്നു, നമ്മളുടെ അതിക്രമങ്ങൾ കാരണം അവൻ മുറിവേറ്റിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ തകർന്നിരിക്കുന്നു. നമ്മളുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഭൂമിയിലേക്ക് രോഗം വന്നത് പാപം നിമിത്തമാണ്. ഹല്ലേലൂയ. ദൈവം ഉണ്ടാക്കിയ ഗാർഡൻ ഓഫ് ഏദൻ തോട്ടത്തിൽ രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ വേദനകളോ ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ പാപം വന്നപ്പോൾ, ഇതൊരു വലിയ ടോപ്പിക്കാണ്, ഞാൻ ചെറുതായിട്ട് ഒരു സംക്രമിച്ച് പറയുവാണ്. ഇത് പാപം നിമിത്തമാണ് രോഗം ഈ ഭൂമിയിലേക്ക് വന്നത്. ദൈവം ഉണ്ടാക്കിയ ഏദൻ തോട്ടത്തിൽ ഈ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ പാപം വന്ന് ദൈവവുമായി സെപ്പറേറ്റഡ് ആയപ്പോൾ പാപത്തിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് രോഗം. ഹല്ലേലൂയ. പാപത്തിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ്. പാപം വന്നപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് രോഗം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യത്തെ ആദം നിന്നെ ഈ ലോകത്തിലേക്ക് പാപം കൊണ്ടുവന്ന് ഈ ലോകത്തിലേക്ക് രോഗം കൊണ്ടുവന്നപ്പോൾ രണ്ടാമത്തെ ആദം, അതായത് യേശു ക്രിസ്തു, അവൻ കുരിശിൽ
നിന്റെ രോഗങ്ങളെ അവൻ വഹിച്ചു. നമ്മൾക്കറിയാം കുരിശിൽ നമ്മളുടെ പാപങ്ങൾ യേശു വഹിച്ചു എന്ന് നമുക്കറിയാം. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ കുരിശിലേറി എന്ന് നമുക്കറിയാം. പക്ഷേ പലരും അറിയാത്ത, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും നിങ്ങൾ ചിന്തിക്കാത്തൊരു കാര്യമാണ്, നിന്റെ പാപത്തിനെ ആ ആണിയിൽ അടിച്ചപ്പോൾ നിന്റെ രോഗത്തിനെയും കൂടി അവൻ ആ ആണിയിൽ അടിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ വില കൊടുത്തത്, അവൻ്റെ രക്തം വില കൊടുത്തപ്പോൾ നിന്റെ പാപമോചനം മാത്രമല്ല അവൻ മേടിച്ചത്, നിന്റെ രോഗസൗഖ്യം കൂടെയാണ് അവൻ മേടിച്ചത് കുരിശിൽ. Hallelujah. And that's why he said, it is finished. സകലതും പൂർത്തിയായിരിക്കുന്നു. സകലതും പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇതെല്ലാം മേടിച്ചു. ഐ പെയ്ഡ് ഇറ്റ് ഫോർ ഓൾ. ഞാൻ നിനക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം ഞാൻ വില കൊടുത്ത് മേടിച്ച് കഴിഞ്ഞു. 2000 years ago, 2000 കൊല്ലങ്ങൾക്ക് മുന്നേ. എന്നിട്ട് പറയാണ്, ബൈ ഹിസ് സ്ട്രൈപ്സ് വി ആർ ഹീൽഡ്. അവൻ്റെ അടിപ്പിണരാൽ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. അവിടെ നിങ്ങൾ വ്യക്തതയോടെ ശ്രദ്ധിക്കണം. അവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ അടിപ്പിണരാൽ നീ സൗഖ്യം പ്രാപിക്കും എന്നല്ല, ഫ്യൂച്ചർ ടെൻസ് അല്ല, അവൻ്റെ അടിപ്പിണരാൽ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ യേശു ഓൾറെഡി നമ്മളുടെ ശിക്ഷ, നമ്മൾക്ക് ന്യായമായി വരേണ്ട ശിക്ഷ അവൻ ഏറ്റെടുത്തുവെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഈ രോഗബന്ധനത്തിലൂടെ പോകുന്നു? അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഈ വേദനകളിലൂടെ പോകുന്നു? അല്ലെങ്കിൽ സ്ട്രെസ്സായിട്ട് ജീവിക്കുന്നു? അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ എനിക്ക് എന്തുകൊണ്ട് വരുന്നു? യേശു 2000 കൊല്ലങ്ങൾക്ക് മുന്നേ കുരിശിൽ അവൻ എൻ്റെ വേദനകൾ അവൻ പേറിയെങ്കിൽ, എൻ്റെ പാപം അവൻ മോചിച്ചുവെങ്കിൽ, എൻ്റെ രോഗം അവൻ ഏറ്റെടുത്തുവെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഇതിലൂടെ പോകുന്നു? ഞാൻ ആദ്യം പറഞ്ഞ വചനം അതാണ്, ബട്ട് യു ഷാൽ നോ ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ. നീ സത്യം അറിയുകയും സത്യം നിന്നെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം, നിങ്ങൾ ഈ സത്യം അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ കെട്ടപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. You shall know the truth and the truth shall set you free. That means if you do not know the truth, you will remain bound. നീ സത്യം അറിയുന്നില്ലെങ്കിൽ നിന്നെ കൊല്ലാനുള്ള ശക്തി അതിനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, ഒരു കാര്യം ഇമാജിൻ ചെയ്യും. ഒരു വ്യക്തി, ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, നിഷ്കളങ്കനായിട്ടുള്ളൊരു വ്യക്തി, ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യനെ ഒരു തെറ്റായിട്ടുള്ള ഒരു അക്യൂസേഷൻ വരുവാണ്. അയാൾ വലിയൊരു കുറ്റം ചെയ്തു എന്ന് തെറ്റായിട്ടുള്ള ഒരു ആരോപണം അയാൾക്കെതിരെ വരുവാണ്. അയാൾക്ക് നിയമവശങ്ങൾ അറിയത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി വാദിക്കാൻ ഒരു അഡ്വക്കേറ്റ് ഇല്ലെങ്കിൽ അയാളെ ഈസി ആയിട്ട് ജയിലിൽ പിടിച്ചിടാൻ പറ്റും. ഹല്ലേലൂയ. അയാൾ തെറ്റ് ചെയ്തിട്ടില്ല, അയാൾ നിഷ്കളങ്കനായ ഒരു വ്യക്തിയാണ്. പക്ഷേ അയാൾക്ക് നിയമവശങ്ങൾ അറിയത്തില്ല. അയാൾക്ക് വേണ്ടി വാദിക്കാൻ ഈ നിയമം അറിയുന്ന ഒരു അഡ്വക്കേറ്റ് ഇല്ലെങ്കിൽ അയാളെ ഈസി ആയിട്ട് ജയിലിൽ പിടിച്ചിടാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ഒരു വ്യക്തിക്ക് അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അയാൾക്ക് വേണ്ടി നിയമത്തിൻ്റെ പഴുതുകൾ അറിയുന്ന നല്ലൊരു വക്കീൽ അയാൾക്ക് വേണ്ടി വാദിച്ചാൽ അയാൾക്ക് അതിൽ നിന്ന് ഊരിപ്പോരാനും സാധിക്കും. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് തെറ്റ് ചെയ്യുന്നവർക്ക് സുഖമായിട്ട് ജീവിക്കാം എന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. നിയമം അറിയുന്നതിൻ്റെ പവറാണ് ഞാൻ പറഞ്ഞു തന്നത്, നിയമം അറിയുന്നതിൻ്റെ ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദിസ് ബുക്ക് ഓഫ് ലോ ഷാൽ നോട്ട് ഡിപ്പാർട്ട് ഫ്രം യുവർ മൗത്ത്, ബട്ട് ഇഫ് യു മെഡിറ്റേറ്റ് ഓൺ ഇറ്റ് ഡേ ആൻഡ് നൈറ്റ്, യു വിൽ ഹാവ് ഗുഡ് സക്സസ് ആൻഡ് യു വിൽ ബി പ്രോസ്പെറസ് ഇൻ ഓൾ യുവർ വേസ്. ഈ നിയമപുസ്തകം
നിന്റെ വായിൽ നിന്നും ഒരു നാളും വിട്ടുമാറാതെ നീ രാവും പകലും അതിനെ ധ്യാനിക്കുമെങ്കിൽ നിനക്ക് വലിയ വിജയമുണ്ടാകുന്നു. അവിടെ നമ്മളുടെ ഈ വചനത്തിനെ പറയുന്ന വാക്ക് നിയമം എന്നാണ്. ദിസ് ബുക്ക് ഓഫ് ലോ, ഈ നിയമപുസ്തകം. ഹല്ലേലൂയ. എത്ര പേർക്ക് അറിയാം ഈ വചനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിയമപുസ്തകമാണ്. അവൻ ന്യായാധിപനാണ്. ഈ നിയമം നീ അറിയണം. ഹല്ലേലൂയ. അതിനെ ധ്യാനിക്കണം. ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ എന്താണെന്ന് അറിയണം. ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് നിന്റെ സൗഖ്യത്തിനുള്ള വകയാണ്, നിന്റെ അനുഗ്രഹത്തിനുള്ള വകയാണ്, നിന്നെ രക്ഷിക്കാനുള്ള വകയാണെന്ന് ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് എന്തെന്ന് നിനക്കൊരു ബോധ്യമുണ്ടാവണം, നിനക്കൊരു അറിവുണ്ടാവണം. ഹല്ലേലൂയ. എന്നാലേ നിനക്ക് വാദിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. നീ പാപം ചെയ്തോ പാപം ചെയ്തില്ലയോ എന്നുള്ളതല്ല വിഷയം. നിന്റെ പാപത്തിന് പരിഹാരം കണ്ടു കഴിഞ്ഞു. യേശു ക്രിസ്തു അവൻ്റെ കുരിശിൽ പാപത്തിന് പരിഹാരം കണ്ടു കഴിഞ്ഞു. നിന്റെ രോഗങ്ങൾ അവൻ വഹിച്ചു കഴിഞ്ഞു. പക്ഷെ ആ സത്യം നീ അറിയുന്നില്ലെങ്കിൽ അതുകൊണ്ട് നിനക്കൊരു പ്രയോജനമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹി പർച്ചേസ്ഡ് യുവർ ഹീലിംഗ്. അവൻ യേശു നിന്റെ സൗഖ്യം അവൻ ഓൾറെഡി മേടിച്ചു കഴിഞ്ഞു. അതിനുള്ള സകല വിലയും അവൻ കൊടുത്തു കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. And the word of God says you're already healed. നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. സൗഖ്യം വരും എന്നല്ല, സൗഖ്യം നീ പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആൻഡ് ബൈബിള് കള്ളം പറയത്തില്ല. നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു എന്ന് വചനം പറയുന്നു. വചനം ഒരിക്കലും കള്ളം പറയത്തില്ല. പിന്നെ ആരാണ് കള്ളം പറയുന്നത്? നിന്റെ ശരീരത്തിലെ സിംറ്റം കാണിച്ച്, നിന്റെ റിപ്പോർട്ടുകൾ കാണിച്ച് കള്ളൻ, ഇതിൽ നിന്നിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട്, നിന്റെ ആരോഗ്യത്തെ നിന്നിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന കള്ളൻ. സാത്താനെ വചനം വിളിക്കുന്ന വാക്ക് ഹീസ് എ ഫാദർ ഓഫ് ലൈസ്. അവൻ കള്ളങ്ങളുടെ പിതാവാണ്. അവൻ നുണയുടെ പിതാവാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ കള്ളങ്ങൾ കാണിച്ച് നിന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിനക്ക് തലവേദന, അല്ലെങ്കിൽ നിൻ്റെ റിപ്പോർട്ടിൽ ആ ലെവൽ ഓക്കെ അല്ല, ഈ ലെവൽ ഓക്കെ അല്ല, അത് കുറഞ്ഞിരിക്കുന്നു, ഇത് കയറിയിരിക്കുന്നു, നീ ഇത്ര നാൾ കൊണ്ട് നീ മരിക്കും എന്ന് പറഞ്ഞ്, ഞാൻ പറയുന്നത് ഇത് ഡോക്ടേഴ്സ് പറയുന്നതെല്ലാം കള്ളമാണെന്നല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ നിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് എല്ലാം കള്ളമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിൻ്റെ വചനത്തിൽ നിനക്ക് സൗഖ്യം തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നീ വിശ്വാസത്തോടെ ഏറ്റെടുത്തില്ലെങ്കിൽ ഈ ഡോക്ടേഴ്സിൻ്റെ റിപ്പോർട്ട് നീ ഏറ്റെടുക്കും. നിനക്ക് ഏതെങ്കിലും ഒന്നേ ഏറ്റെടുക്കാൻ പറ്റത്തുള്ളൂ. നിനക്കൊരു ഇൻഷുറൻസ് പോളിസി ഉണ്ട്, നീ എല്ലാ മാസവും അതിന് അടച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് മെച്യൂറായി കഴിഞ്ഞ് നീ ക്ലെയിം ചെയ്യണം ആ ഇൻഷുറൻസ്, അല്ലെങ്കിൽ ആരും വീട്ടിൽ കൊണ്ട് തരത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതേപോലെ നിന്റെ സൗഖ്യം കുരിശിൽ ലഭ്യമാണ്, അവൈലബിൾ ആണ്. പക്ഷേ നീ ഈ വചനം എടുത്തിട്ട് ഇത് ക്ലെയിം ചെയ്യണം, ഇത് ചോദിക്കണം. ആസ്ക് ആൻഡ് യു ഷൽ റിസീവ്. നീ ചോദിക്കും, നിനക്ക് ലഭിക്കും. അന്വേഷിപ്പിൻ, നിനക്ക് കണ്ടെത്തും. ചോദിക്കുന്നെന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ ചോദിക്കാം ദൈവത്തിനോട്. ബെഗ് ചെയ്ത് ചോദിക്കാം. നിനക്ക് അരഞ്ഞു വിളിച്ച്, കർത്താവ് എനിക്ക് ആ സൗഖ്യം വേണം, ഈ സൗഖ്യം വേണം, എന്നെ കൊല്ലും, ഞാൻ മരിക്കാറായി എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ച് ചോദിക്കാം. വേറൊരു രീതിയിൽ ചോദിക്കാം, അധികാരത്തോടുകൂടി, പിതാവായ ദൈവമേ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിൻ്റെ മുന്നാകെ വരുന്നു. വചനത്തിൽ ഇത്രാം അധ്യായം, ഇന്ന പുസ്തകത്തിൽ ഇത്രാം അധ്യായത്തിൽ ഇത്രാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. ഈ വചനം ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് സത്യമാണ്. ഈ സത്യം ഞാൻ ഏറ്റെടുക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. അത് നീ വിശ്വസിക്കണം, അത് നീ ഏറ്റെടുക്കണം. എന്നിട്ട് യേശുവിൻ്റെ അധികാരത്തിൽ നീ പിശാചിനെ നോക്കിയിട്ട്, നിന്നിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയ കള്ളനെ നോക്കിയിട്ട് നീ പറയണം,
യേശുവിൻ്റെ നാമത്തിൽ ഐ റിജക്റ്റ് വാട്ട് എവർ യു സേ. നീ പറയുന്നതെല്ലാം ഞാൻ റിജക്റ്റ് ചെയ്യുന്നു. നീ പറയുന്നതെല്ലാം ഞാൻ റെഫ്യൂസ് ചെയ്യുന്നു. ഞാൻ ഇതിനെ ഏറ്റെടുക്കുന്നില്ല. ഈ രോഗത്തിനെ ഞാൻ ഏറ്റെടുക്കുന്നില്ല. അല്ലാതെ ഡോക്ടേഴ്സ് എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ മെഡിക്കൽ റിപ്പോർട്ട് കേൾക്കുമ്പോൾ, ഒരു ബാഡ് റിപ്പോർട്ട് കേൾക്കുമ്പോൾ അപ്പം തന്നെ തളർന്ന് വിളിച്ച് വിഷമിച്ച് അത് നീ ഹൃദയത്തിലോട്ട് ഏറ്റെടുക്കരുത്. യു റെഫ്യൂസ്. യു ഹാവ് എ ചോയ്സ്. നിനക്ക് ഒരു ചോയ്സ് ഉണ്ട്. തീരുമാനമെടുക്കാനുള്ള ഒരു ചോയ്സ് ഉണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ജീവനും മരണവും ഞാൻ നിന്റെ നാവിൽ വെച്ചിരിക്കുന്നു. നിനക്ക് ചൂസ് ചെയ്യാം. ജീവനും മരണവും ഞാൻ നിന്റെ നാവിൽ വെച്ചിരിക്കുന്നു. നിനക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. Hallelujah, hallelujah. So when you hear something that is not aligning with the word of God, you have a clear choice to refuse. ദൈവവചനത്തിന് വിരോധമായിട്ട് എന്തെങ്കിലും പറയുവാണെങ്കിൽ, എന്തെങ്കിലും നീ കേൾക്കുവാണെങ്കിൽ, നിനക്കൊരു ചോയ്സ് ഉണ്ട് അതിനെ എതിർക്കാൻ. നോ, ഐ ആം ഹീൽഡ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ്. ഐ ആം ഹീൽഡ് ബൈ ഹിസ് സ്ട്രൈപ്സ്. അവൻ്റെ അടിപ്പിണരാൽ ഞാൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഐ ആം നോട്ട് ടേക്കിംഗ് ഇറ്റ്. ഞാനത് ഏറ്റെടുക്കുന്നില്ല. ഞാൻ ഈ രോഗം ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. യേശുവിൻ്റെ അടിപ്പിണരാൽ, അവൻ്റെ അടിപ്പിണരാൽ ഞാൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഇറ്റ്സ് യുവർ ചോയ്സ്. Hallelujah, hallelujah. And you are the temple of the Holy Spirit. നീ അറിയണം, നിന്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമെന്ന് നീ അറിയണം. Hallelujah. You need to fight. You need to have that fighting attitude, fighting spirit. Hallelujah. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, Kingdom of God is for the violent, and the violent take it by force. അതിൻ്റെ മലയാളത്തിൽ ദ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് ഫോർ ദി വയലൻറ്റ്. വയലൻ്റ് എന്ന് പറഞ്ഞാൽ അക്രമകാരികൾ. അക്രമകാരികൾക്കുള്ളതാണെന്ന് ദൈവരാജ്യം. അക്രമകാരികൾ അതിനെ ഫോഴ്സ്ഫുള്ളി പിടിച്ചെടുക്കുന്നു ദൈവരാജ്യത്തിന്. ഹല്ലേലൂയ. യു നീഡ് ടു ബി അഗ്രസീവ്. നിങ്ങൾ അയ്യോ ഞാൻ സ്നേഹിക്കുന്നു, സകലരെ ഞാൻ മനുഷ്യരോട് അക്രമം കാണിക്കണം എന്ന്, അഗ്രഷൻ കാണിക്കണം എന്നല്ല പറയുന്നത്. നിന്റെ രോഗത്തെ നീ വെറുക്കണം. നിന്റെ മേലെ സാത്താൻ ഇടുന്നതിനെ നീ വെറുക്കണം. ഈ രോഗം ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന് നീ മനസ്സിലാക്കിയിട്ട് ദൈവം അതിനെ എന്തുമാത്രം വെറുക്കുന്നുവോ അതുപോലെ നീ അതിനെ വെറുക്കണം. അതിനെ ടോളറേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കില്ലേ. ഒരു പനി വരുമ്പോൾ, ജലദോഷം വരുമ്പോൾ കുഴപ്പമില്ല, പില്ല് കഴിച്ചാൽ മതിയല്ലോ എന്ന് പറയരുത്. അതിൻ്റെ മുന്നേ അതിനെ ശാസിക്കണം. നീ അതിനെ വെറുക്കണം. പാപത്തിനെ എങ്ങനെ വെറുക്കുന്നോ അതുപോലെ രോഗത്തിനെ വെറുക്കണം. ആൻഡ് യു നീഡ് ടു ആസ്ക് ദറ്റ് പേഴ്സൺ ടു ഗെറ്റ് ഔട്ട് ഓഫ് യുവർ ഹൗസ്. നീ ഒരു ഭീകരൻ നിൻ്റെ ഭവനത്തിൽ വന്ന് നിൻ്റെ സമ്മതം ഇല്ലാതെ വന്ന് താമസിക്കുവാണെങ്കിൽ അത് ടോളറേറ്റ് ചെയ്യുമോ നമ്മൾ? അത് നമ്മൾ വെച്ച് പൊറപ്പിക്കുമോ? നമ്മൾ മാക്സിമം അതിനെ പുറത്താക്കാൻ നോക്കും അല്ലേ? ഒരു കള്ളൻ വന്ന് നമ്മുടെ വീട്ടിൽ താമസിക്കുവാണെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ്, യു നീഡ് ടു ഗോ ഔട്ട് ഓഫ് ദിസ് പ്ലേസ്. എൻ്റെ ഭവനത്തിൽ നിന്ന് നീ ഇറങ്ങിപ്പോയിരിക്കണം. അല്ലാതെ ഞാൻ ഒന്നും ചെയ്യത്തില്ല. അതല്ലാതെ ഒരു കോംപ്രമൈസിന് ഞാൻ നിൽക്കത്തില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡ്. ഹല്ലേലൂയ. കിങ്ഡം ഓഫ് ഗോഡ് ഇസ് ഫോർ ദി വയലൻറ്റ്. അക്രമകാരികൾക്കുള്ളതാണ് ദൈവരാജ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആ അക്രമം കാണിച്ചു. ആ ഒരു ആലയത്തിൽ ആ കച്ചവടക്കാർ വന്നിരുന്നപ്പോഴത്തേക്കും ആ ഒരു അഗ്രഷൻ പുറത്തു വന്നു. എൻ്റെ പിതാവിൻ്റെ ആലയമാണ്. അവിടെ കച്ചവടക്കാർക്കുള്ളതല്ല, കള്ളന്മാർക്കുള്ളതല്ല. യു നീഡ് ടു ഹാവ് ദറ്റ് ആറ്റിറ്റ്യൂഡ്. നിങ്ങൾക്ക് ആ ഒരു മനോഭാവം വേണം. നിൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. അത് കള്ളന് വന്ന് ബിസിനസ് ചെയ്യാനുള്ള സ്ഥലമല്ല, കള്ളന് വന്ന് എൻജോയ് ചെയ്യാനുള്ള സ്ഥലമല്ല. ഇറ്റ്സ് യുവർ ഫാദേഴ്സ് പ്ലേസ്. ഇറ്റ്സ് ദ പ്ലേസ്, ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്.
Hallelujah. You need to claim your healing. നീ നിന്റെ സൗഖ്യം നീ ചോദിച്ച് മേടിക്കണം. നീ അത് മേടിക്കണം. Hallelujah. Hallelujah. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.